പഴകും തോറും ഇഴയെടുപ്പം കൂടുന്ന എന്തോ ഒരു ആത്മബന്ധമാണ് കാഞ്ചീപുരത്തോട്. വിദ്യയുടെയും നിർമ്മിതികളുടെയും സാഹിത്യത്തിൻ്റെയും കവിതയുടെയും എല്ലാം ഇരിപ്പിടം. സംഘകൃതികളിലും മണിമേഖലയിലുമെല്ലാം കാഞ്ചീപുരമുണ്ട്. ഈ നാഗരികതയുടെ പഴമയ്ക്ക് തെളിവാണ് ആ പരാമർശങ്ങളെല്ലാം. ചോള പല്ലവ രാജവംശങ്ങളുടെ കീഴിലാണ് കാഞ്ചി നഗരം വളർന്നതും പന്തലിച്ചതും. 2 നൂറ്റാണ്ടോളം പല്ലവ രാഷ്ട്രീയ ശക്തിയുടെ ഇരിപ്പിടമായിരുന്നു ഇവിടം. മതം, രാഷ്ട്രീയം, വാസ്തുവിദ്യ, സംഗീതം, സാഹിത്യം എല്ലാം ഇഴചേർന്ന ഇടം. പിന്നെ ഇഴപൊട്ടാത്ത കാലാതീതമായ പട്ടും. എങ്കിലും ശക്തിയുടെ, വിരക്തിയുടെ, ആസക്തിയുടെ എല്ലാം ഒറ്റസ്ഥാനമായ കാമാക്ഷിയുടെ നഗരമാണ് കാഞ്ചീപുരം. മുക്തിയുടെയും മോക്ഷത്തിൻ്റെയും നഗരമാണിത്. കാശിയോളം തന്നെ പുണ്യമുള്ള മണ്ണ്. വലിയ ഗോപുരങ്ങൾ, കല്ല് വിരിയിട്ട നടവഴികൾ, മണ്ഡപങ്ങൾ, തൂണുകളിലും ചുവരുകളിലും നിറയുന്ന അതിമനോഹരവും ഗംഭീരവുമായ കൊത്തുപണികൾ. ഈ പ്രദക്ഷിണ വഴികളിൽ നിറയുന്നത് വിശ്വാസത്തിൻ്റെ ആഴങ്ങളാണോ അതോ കല്ലിൽ വിരിയുന്ന കവിതയാണോ? തെന്നിന്ത്യയുടെ മഹാരാജവംശങ്ങളുടെ ഭരണവും പടപ്പുറപ്പാടും നിറഞ്ഞ കഥകളുടെ കുളമ്പടിയാണോ? ഇതൊക്കെ വേർതിരിക്കുക പ്രയാസമാണ്. കാമാക്ഷി ദേവി അനുഗ്രഹിച്ചാൽ മാത്രമേ ഈ മണ്ണിൽ ചവിട്ടാനാകൂ എന്നാണ് വിശ്വാസം. അത്രയും സ്നേഹവും പുണ്യവും ഇഴചേരുന്ന ഇടമാണ് കാഞ്ചീപുരം. കാഞ്ചീപുരത്തെ ഈ പുണ്യഭൂമിക്കടിയിൽ ഒരു മഹാശിവലിംഗമുണ്ട് എന്നും അതിനാൽ തന്നെ ഈ ഭൂമിയെ നഗ്നപാതരായി മാത്രമേ സ്പർശിക്കാവൂ എന്നും വിശ്വസിക്കുന്ന ഒരു തലമുറ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇങ്ങനെ ഒരു മഹാവിസ്മയം ഈ പ്രപഞ്ചത്തിൽ മറ്റെവിടെയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പെണ്ണുടലിന് പ്രണയകാമങ്ങൾ വർഷിക്കാൻ കാമാക്ഷിയുടെ ഈ നാട്ടിലെ പട്ടിനോളം മറ്റൊരു ഇഴയ്ക്കും ആവില്ല. ജീവിതാസക്തിയും സൗന്ദര്യവും പ്രൗഢിയും ഇത്ര ആഴത്തിൽ ചേർന്ന് നിൽക്കുന്ന ഈ നിത്യ സൗന്ദര്യത്തിന് മാത്രമേ പ്രണയത്തെ പ്രതിനിധീകരിക്കാനാവൂ. തലമുറകളായി പട്ട് നെയ്തെടുക്കുന്നവരുടെ പിന്മുറക്കാരാണ് ഇന്നത്തെ നെയ്ത്തുകാർ. ഇവരുടെ ജീവിതം പകലിരവോളം ഈ തറികൾക്കിടയിലാണ്. ഈ അനുഗ്രഹീത കലാകാരന്മാരുടെ തറിയുടെ താളക്കലക്കങ്ങളിലേക്ക് ആദരവോടുകൂടി മാത്രമേ നമുക്ക് മനസ്സ് മുഴുകാൻ സാധിക്കൂ. അത്രയ്ക്ക് സവിശേഷതകൾ ആ പട്ടിനുണ്ട്. ആ ഡിസൈനുകൾ നമുക്ക് മറ്റെവിടെയും കാണാനാവില്ല. കാഞ്ചീപുരത്തെ ക്ഷേത്രങ്ങളുടെ കരിങ്കൽ കൊത്തുപണികളിലെ ഡിസൈനുകളാണ് ഇവരുടെ പ്രചോദനത്തിൻ്റെ ജീവരശ്മികൾ. ഒറ്റവ്യാളി മുതൽ ചെറുനക്ഷത്രപ്പൂക്കൾ വരെയുള്ള തമിഴകത്തിൻ്റെ ശില്പചാരുതയുടെ, കൊത്തുപണികളുടെ, വാസ്തുവിദ്യകളുടെ എല്ലാം മഹാത്ഭുതങ്ങൾ. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്. എത്ര പോയാലും മതിവരാത്ത, എത്ര കണ്ടാലും കൊതി തീരാത്ത, എത്ര അറിഞ്ഞാലും ആകാംക്ഷ തോന്നുന്ന സ്ഥലങ്ങൾ. കാഞ്ചീപുരവും അങ്ങനെയാണ്. സനി സ ഗ മ ഗ രി നി ധ മ മ ഗ ഗ മ ഗ ഗ ഗ മ രി ഗ നി രി നി ഗ രി മ ഗ രി സ പ മ ധ മ നി ധ നി മ ധ